ഒരിക്കൽ മരിക്കയും അത് കഴിഞ്ഞ് എന്തോ ഉണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഈ രണ്ട് വിഷയങ്ങളെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മരണം എന്ന വിഷയത്തെക്കുറിച്ചും അതിനപ്പുറത്തുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. മരണം എന്ന് കേൾക്കുമ്പോഴേ മനുഷ്യന് പേടിയാണ്. എല്ലാവർക്കും പേടിയുള്ളതാണ് എന്ത്? മരണം. മരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ല, മാനവജാതിയുടെ ആരംഭകാലം തൊട്ട് തുടങ്ങിയതാണ് മരണഭീതി. ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന മരണഭീതി ഉണ്ടായിരുന്നു. എന്നാൽ 2000 വർഷം മുമ്പ് മരണഭീതി യേശു മാറ്റി. സ്തോത്രം. ആൻഡ് വി ബിക്കം ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദാറ്റ്. അതിൻ്റെ ഭാഗവാക്കുകളായി നാം മാറി. യേശു മരണഭീതി മാറ്റി. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. അപ്പം മരണത്തിൻ്റെ ഭീതിയിലായിരുന്നു ജനങ്ങൾ മുഴുവൻ. എവിടായിരുന്നു? മരണത്തിൻ്റെ ഭീതിയിലായിരുന്നു. പക്ഷേ യേശു ജഡരൂപമെടുത്തിട്ട്, യേശു മനുഷ്യവേഷമെടുത്തിട്ട് മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ, ഞാനും നിങ്ങളും ഭയപ്പെട്ട മരണത്തെ, എൻ്റെയും നിങ്ങളുടെയും അന്ത്യമെന്ന് പറഞ്ഞ മരണത്തെ തൻ്റെ മരണത്താൽ നീക്കിയിട്ട് എന്നേക്കും മരണഭീതിയിലായിരുന്ന നമ്മളെ വിടുവിച്ചു. അപ്പം മരണഭീതി യേശു തൻ്റെ മരണത്താൽ നമുക്ക് മാറ്റിത്തന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. സോ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളവർ മരണഭീതി ഉള്ളവരല്ലേ അല്ല. മരണത്തെ ഭയപ്പെടാതെ ജീവിക്കുവാനാണ് ദൈവം നമുക്ക് നിയോഗം തന്നിരിക്കുന്നത്. മരണഭീതി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകണം. സ്തോത്രം. മരണഭീതി പാടില്ല. അതുതന്നെയാണ് എടുത്തു പറയുന്നത് യേശുവിൻ്റെ ഉയർപ്പെഴുന്നേൽപ്പിനാൽ സാധ്യമായത്. ഹല്ലേലൂയ. യേശു പറയുന്നു, ഇതാ മരണത്തിൻ്റെ, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പിശാചിൻ്റെ അധീനതയിലായിരുന്ന മരണം എന്ന അധികാരം, പിശാചിൻ്റെ അധീനനായിരുന്ന പാതാള പ്രവേശനത്തിലേക്കുള്ള ആ അധികാരം, ഈ 2 താക്കോലുകളെയും യേശു തൻ്റെ ക്രൂശിലെ മരണത്താൽ പിടിച്ചു വാങ്ങി. അതിന് കൊലോസ്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അവൻ്റെ സകല ആയുധങ്ങളെയും ആയുധവർഗങ്ങളെയും അടിയറ വെപ്പിച്ച് നമുക്ക് വിരോധമായിരുന്ന സകല കൈയെഴുത്തുകളെയും തുടച്ചു മാറ്റിയിട്ട് മരണഭീതി മാറ്റി ഇന്ന് നമുക്കുള്ളത് നിത്യസന്തോഷമാണ്. അതിൻ്റെ അർത്ഥം കഷ്ടമില്ലെന്നല്ല, കഷ്ടതയുടെ നടുവിൽ കിടക്കുമ്പോഴും ഒരു ദൈവവേദലിന് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റും. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുക, ഏറ്റവും മനോഹരിതമായ അവസ്ഥയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കയ്യിൽ ചങ്ങല ഉള്ളപ്പോഴും ചങ്ങല താളമാക്കി പാട്ടുപാടാൻ പറ്റുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവമക്കളാണ്. കാലാമത്തിൽ കിടക്കുമ്പോഴും പാടി, ആമത്തെ നോക്കി പാടി സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. കിടക്കുന്നത് തടവറയാണെങ്കിലും, കടന്നു പോകുന്നത് വൈഷമ്യ മേടുകളാണെങ്കിലും, പട്ടിണിയും പടവട്ടവും ഹല്ലേലൂയ പൈതാഹവും ഒന്നിനു പുറകെ ഒന്നായി കപ്പൽ ഛേദങ്ങളും സകലവും ജീവിതയാത്രയിൽ കുമിഞ്ഞുകൂടിയപ്പോഴും അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത് പോലെ ഞങ്ങൾ ഒന്നിനും ഭയപ്പെടുന്നില്ല, ഭരപ്പെടുന്നില്ല. ഞങ്ങൾ ഭാരപ്പെടാത്തതിൻ്റെ കാരണം ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നുണ്ട്, നമ്മളിൽ ജീവൻ വസിക്കുന്നുണ്ട്. ജഡം മരിക്കാനുള്ളതാണെങ്കിലും ജീവൻ ഇതിനകത്ത് വസിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ആ ചിന്തയിലേക്ക് പോകും. ഇന്ന് രാത്രി മരണത്തെക്കുറിച്ചാണ് നമ്മൾ നിർവചിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഡെത്ത്? വി ജസ്റ്റ് ട്രൈ ടു ഡിഫൈൻ ദാറ്റ്. എന്താണ് മരണമെന്ന്? എല്ലാവർക്കും അറിയാം മരണം എന്താ? അകത്തോട്ട് വലിച്ച ശ്വാസം പുറത്തോട്ട് പോകാത്തതാണ്. ഒന്ന് വലിച്ചു നോക്കി, എന്നിട്ട് കുറച്ചു നേരം പിടിച്ചു വെച്ചേ. അതാണ് മരണമെന്ന് പറയുന്നത് അല്ലേ? അതിന് നമ്മളൊരു ഭാഗം പറയും, അന്ത്യശ്വാസം പറഞ്ഞാട്ടെ. സാധാരണ ഭാഷയിൽ അന്ത്യശ്വാസം വലിച്ചു, തിരിച്ചു വിടാൻ പറ്റിയില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ ആർത്തി കൊണ്ട് ഞാൻ വലിച്ചു, പക്ഷെ എൻ്റെ കഴിവ് കൊണ്ട് തിരിച്ചത് വിടാൻ പറ്റിയില്ല. അത്രയും ഒരു മിടുക്കനാണ് ഞാൻ, അപ്പോൾ ഞാൻ വടിയായെന്ന് പറയും. കാരണം അകത്തോട്ടെടുത്ത ശ്വാസം സ്വയമായിട്ട് പുറത്തേക്ക് വിടുവാൻ കഴിയാതെ. ഇപ്പോൾ ഞാൻ ഇന്ന് എവിടെ ഒരു ന്യൂസ് ഇങ്ങനെ വായിച്ചു, ഡൽഹി മുഴുവൻ പൊല്യൂട്ടഡായിട്ടിരിക്കുകയാണ്, എല്ലാം ഇങ്ങനെ കറുത്തിരിക്കുക. അവിടെ അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം ശുദ്ധമായി ശ്വസിക്കാൻ ചെറിയ പബ്ബ് പോലെ കോർണർ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 300 റുപ്പീസ് കൊടുക്കണം 15 മിനിറ്റ് നല്ല ശ്വാസം ശ്വസിക്കുന്നതിന്. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ തൊട്ട് ഈ സമയത്ത് വരെയും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ എത്ര വലുതായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് മെർസി ദാറ്റ് വി ആർ നോട്ട് കൺസ്യൂംഡ്. യഹോവയുടെ കരുണയാണ് നാം മുടിഞ്ഞു പോകാതിരിക്കും.
നന്ദി പറയാൻ കാരണമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് 150 സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ, ആ ഓർഡറിലല്ല എഴുതിയതെങ്കിലും അറേഞ്ച് ചെയ്തവർ ആ ഓർഡറിലാക്കിയതിന് സ്തോത്രം, 150 സങ്കീർത്തനം കൊണ്ട് അവസാനിപ്പിക്കുന്നത് ജീവനുള്ളതൊക്കെയും യഹോവേ സ്തുതിക്കട്ടെ, എവരിത്തിങ് ദാറ്റ് ഹാസ് ബ്രത്ത്. ഈ ഒറ്റ കാരണം മതി ഇന്ന് രാത്രി സ്തോത്രം പറയാം. ഒരു രോഗവും സൗഖ്യമായില്ലെങ്കിലും, ഒരു കഷ്ടത മാറിയില്ലെങ്കിലും, ഒരു നിന്ന മാറിയില്ലെങ്കിലും, മൂക്കിൽ ജീവശ്വാസമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ we are really obliged to praise and worship the Lord. നാം ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാനും നാം കടപ്പെട്ടവരാണ്. അത് മറന്നു പോകല്ലേ. സ്തോത്രം. അപ്പം മരണം എന്ന് പറയുന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ ഞാനത് അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം അല്ലെങ്കിൽ ഒരു സമസ്യയാണ്. എന്താ മരണമെന്ന് ചോദിച്ചാൽ നിർവചിക്കാൻ പറ്റാതെ എല്ലാവരും മിഴിച്ചു നിൽക്കുന്ന ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് മരണമെന്ന് പറയുന്നത്. സ്തോത്രം. ജീവിതയാത്രയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ പറയണം, ഉണ്ട്, ഉറപ്പുണ്ട്, ഞാൻ ചാകുമെന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും നല്ല ഞാൻ പറയാറുള്ള പ്രവചനം, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവാചകന്മാരെ ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ് പ്രവാചകന്മാരെ. നല്ല പ്രവാചകന്മാരാണെങ്കിൽ എനിക്ക് അവരോട് ഒരു പിണക്കവും ഇല്ല. നിങ്ങളുടെ ഭാവി മാത്രമാണ് പറയുന്നതെങ്കിൽ അതിനോട് എനിക്ക് വിരോധമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാനും പ്രവചിക്കുന്ന ആളാണ്. പക്ഷേ ഭാവിയല്ല ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ദൈവസന്നിധിയിലാകാമെന്ന്. വചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും വലിയ പ്രവചനം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. പേടിയുണ്ടോ ആർക്കെങ്കിലും? പേടിയുണ്ടെങ്കിൽ ആ കസേരയുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചോ. എല്ലാവർക്കും ഉള്ളൊരു പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38 അധ്യായത്തിൻ്റെ 1 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വായിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവരും കാണാതറിയാം. എല്ലാവരോടും ഉള്ള പ്രവചനമാണ്. വായിച്ചോ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ വന്നു പറഞ്ഞു, സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ ഫോർ യു. നീ മരിച്ചു പോകും. ഇതാ നിങ്ങളുടെ പ്രവചനം. ആർക്കും മനസ്സിലായല്ലോ? ഇത് വള്ളി പുള്ളി തെറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്തു ചെയ്യും? ഒരു ദിവസം മരിക്കും. ഒരു മാറ്റവും ഇല്ല. അതിന് മുമ്പ് എന്ത് ചെയ്യണം? സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ. ഗ്രഹകാര്യം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം എന്നതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. ആര് രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ജീവിതം ക്രമപ്പെടുത്തി ജീവിക്കണം. നമ്മളെല്ലാവരും എന്തു ചെയ്യും? ഒരു ദിവസം മരിച്ചു പോകും. കാലൻ്റെ കോലമായി മൃത്യു വരും നേരം കാലും കയ്യും കെട്ടി കൊണ്ടുപോകും. പഴയ പാട്ട് അറിയത്തില്ലയോ? സഹോദരൻ ഇരിക്കുന്നത് പഴയ പാട്ട് വരല്ലേ? കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. ഞാൻ മിക്സ് ചെയ്താ പാടുന്നത്. 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. കൊട്ടാരമാണെങ്കിലും വിട്ടുപോകേണ്ടി വരും. കാലൻ്റെ കോലമായി മൃത്യു വന്ന് എൻ്റെ കയ്യും കാലും കെട്ടിക്കൊണ്ട് കെ.വി. ശൈമൻ സാർ പാടുക കൊണ്ടുപോകും. അല്ലല്ല, കണ്ണിൻ്റെ ശോഭയെല്ലാം മായമായായി മാറും. അപ്പോൾ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്, സമസ്യയാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും ഉറപ്പുള്ളതാണ് മരണം. അതിൻ്റെ അടുത്ത വാക്ക് ഏറ്റവും ഉറപ്പില്ലാത്തതാണ് അതിൻ്റെ സമയം. The most certain things. Children, very careful, okay? I know that when you are distracted, you cannot understand everything what you are speaking. At the same time, you listen to me, okay? The most certain thing in this world is death, and the most uncertain thing is its time. മരണം എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് മരിക്കും. പക്ഷേ ഒരു ഉറപ്പുമില്ലാത്തതാണ് അതിൻ്റെ സമയം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മരണത്തിൻ്റെ സമയം ഉറപ്പുണ്ടോ? ഇല്ല. സ്തോത്രമല്ലേലൂയ. മരണത്തെക്കുറിച്ച് 3 പ്രധാന വാദഗതികൾ അല്ലെങ്കിൽ ചിന്തകളാണ് അല്ലെങ്കിൽ റീസണിങ് ആണ് അല്ല ഈ ഭൂമിയിലുള്ളത്. 3 പ്രധാനപ്പെട്ട, ഒത്തിരി ഉണ്ടെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന അറിയാവുന്ന 3 പ്രധാന ചിന്താഗതികളാണുള്ളത്. ഒന്ന് ഭൗതികവാദമായ യുക്തിവാദമായ നിരീശ്വരവാദത്തിൽ ഇങ്ങനെ പറയുന്നു, മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നു. എവറിത്തിങ് വിൽ ഫിനിഷ് ബൈ ഡെത്ത്. മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നു. ശരീരം മണ്ണിലേക്കും ശ്വാസം വായുവിലും ലയിക്കുന്നു. പിന്നെ നാം ഒരു ഓർമ്മയായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ ഫോട്ടോയായി മാറുന്നു. പിന്നെ ഒന്നുമില്ല. ഇതാണ് മരണത്തെക്കുറിച്ച് ഭൗതികവാദത്തിൻ്റെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെ യുക്തിവാദത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുപയോഗിക്കുന്ന സ്ലോഗനാണ് തിന്നുക, ജീവിച്ചിരിക്കുമ്പോൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എന്ത് ചെയ്യണം? തിന്നണം, കുടിക്കണം, eat, drink and marry, hallelujah, because you are going to die. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ എന്ത് ചെയ്യും?
ത്യാഗം, അതിനപ്പുറത്ത് ഒരു ജീവിതമേ ഇല്ല. മരണത്തോടു കൂടി സകലം അവസാനിക്കുന്നു. ശരീരം മണ്ണിലേക്കും അല്ലെങ്കിൽ ശ്വാസം വായുവിലും അലിഞ്ഞു ചേരുന്നു, ലയിക്കുന്നു, തീർന്നു, കഴിഞ്ഞു കഥ. രണ്ടാമതൊരു വാദമുണ്ട്, ചിന്താഗതിയുണ്ട്. അത് ഈ ചിന്താഗതിയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഒരു റീബർത്ത് ഉണ്ട്. നിങ്ങളെ മണ്ണിൽ അടക്കം ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുനരുത്ഥാനമല്ല, പുനർജന്മമുണ്ട്, ഒരു റീബർത്ത് ഉണ്ട്. നാം പഠിക്കുന്ന ഹൈന്ദവ സിദ്ധാന്തങ്ങൾ പോലെ അല്ലെങ്കിൽ ഹൈന്ദവ ചിന്തകൾ പോലെ. കാരണം പഴയ കാലത്ത് എങ്ങനെ ജീവിച്ചോ അതിൻ്റെ പ്രതിഫലനമായി പട്ടിയായി, കാളയായി, പൂച്ചയായി, എലിയായി, പാറ്റയായി, പഴുതാരയായി, മനുഷ്യകോലം ഒഴിച്ചു ബാക്കി എന്തൊക്കെയായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരുമെന്നൊരു ചിന്താഗതിയുണ്ട്. ഒരു റീബർത്ത്, പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇനി മൂന്നാമത്തെ ചിന്താഗതിയാണ് വിശുദ്ധ തിരുവെഴുത്ത് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാന തത്വമായ മരിച്ചവരുടെ പുനരുത്ഥാനം. മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. അല്ലെങ്കിൽ ഈ കല്ലറയ്ക്കപ്പുറത്തൊരു ചലിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയാക്കി ദൈവം എന്നെ മാറ്റും. കല്ലറ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻസ് ബിയോണ്ട് ദ ഗ്രേവ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ യാത്ര തുടരുന്നത്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കർത്തൃമേശയുടെയൊക്കെ ഒടുവിൽ ദൈവദാസന്മാർ പറയും, ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങളുടെ വിശ്വാസ യാത്ര തുടരുന്നു. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് ഈ യാത്ര തീരും. ഏറെ നാളായി ഞങ്ങൾ കാണാൻ കൊതിച്ച് അക്കരെ നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലും. ഞങ്ങൾ നടന്ന് അങ്ങോട്ടങ്ങ് കയറും. അല്ലയ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. എത്ര വർഷം നടന്നു? 65-ാമത്തെ വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. നീണ്ട 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. 300 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ ഇനിയും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ലെറ്റ് us walk together to my destiny എന്ന് പറഞ്ഞ് ഒരുമിച്ച് അങ്ങോട്ട് നടന്നു. പിന്നെയും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മണ്ണിലേക്ക് ശരീരം പോയാലും ജീവിതയാത്ര തീരുന്നില്ല. കല്ലറയ്ക്കപ്പുറത്ത് നാം ഒരു ചലിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായി മാറും. ഇതാ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മരണത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ് നൗ? ഡു യു നോ ദാറ്റ്? എനി സ്റ്റാറ്റിസ്റ്റിക്സ്? ഹൗ മെനി പീപ്പിൾ ആർ ദേർ? ഹൗ മെനി പീപ്പിൾ ആർ ഇൻ യുവർ ഫാമിലി? ഉണ്ടല്ലോ, എത്ര ഉണ്ടല്ലോ. ഓക്കെ. അതുപോലെ ലോകത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. മൊത്തം എത്ര കാണും? ചുമ്മാ എന്തെങ്കിലും പറയുന്നേ എന്തായാലും ഇപ്പം നമുക്ക് തന്നെ അതുകൊണ്ട് ഒരു 5 പൈസയുടെ ഉപകാരമില്ല. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ശരിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. എത്ര ഉണ്ട്? കണക്കൊക്കെ അറിയാമല്ലോ. എവിടെ ഗൾഫിൽ വന്നിട്ട് കണക്കൊന്നുമില്ല. പോയി എത്ര ഉണ്ട്? 7.2 എന്നാണ് പറയുന്നത്. ഇനി 2 കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം 7 എത്ര അറിയത്തില്ല, 7.2 7.2 ദശാംശം എന്ന് പറയുമ്പോൾ വിശ്വാസം വലിയ സന്തോഷമാണ്. കാരണം സഭയെ കൊടുക്കുന്ന സാധനമാണല്ലോ. 7.2 7.2 ബില്യൺ ആൾക്കാർ ഈ ലോകത്തിൽ ഇന്ന് ഉണ്ട്. അതിൻ്റെ ഭൂരിഭാഗവും ഏഷ്യയിലാണ്. ചൈനയിലും ഇന്ത്യയിലുമായിട്ടാണ്. അതിന് നമുക്കൊരു അഭിമാനമുണ്ട്. നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്, ഭൂരിപക്ഷമാണ്. എവിടെ ചെന്നാലും നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും, പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മളാരാ? നമ്മൾ ഭൂരിപക്ഷം തന്നെ. അത് കറുത്തവനായാലും വെളുത്തവനായാലും ചുമന്നവനായാലും നരച്ചാലും നരച്ചില്ലേലും ഒക്കെ നമ്മൾ ആരാണ്? വി ആർ ദ പാർട്ട് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ. അപ്പം നമ്മൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ 7.5 ബില്യൺ ആൾക്കാരും ഒരു ദിവസം മരിക്കും. അതുപോലെ തന്നെ ഇനിയും ജനിച്ച് നമുക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയവരും ഇനിയും നമ്മുടെ കാലശേഷം അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിന് മുമ്പ് ജനിച്ച് ജീവിച്ച് ഇരിക്കുന്ന സകലർക്കും മരണത്തിനപ്പുറത്ത് എന്തോ ഉണ്ട്? ഒരു ജീവിതമുണ്ട്. അത് നമ്മൾ അറിയണം. അപ്പം നിത്യതയ്ക്കു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടരെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ നിത്യത, വി ആർ അപ്പോയിൻറ്റഡ് ഫോർ ഇറ്റേണിറ്റി എന്നാണ് പറയുന്നത്. നിത്യതയ്ക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന അപ്പോയിൻറ്റഡ് ആണ്. ഒരു അൺചേഞ്ചിങ് അപ്പോയിൻമെൻ്റ് ആണ്. മാറ്റമില്ലാത്ത, നീക്കമില്ലാത്ത, നിലനിൽക്കുന്ന നിത്യമായ ഒരു നിയോഗമാണ് നമ്മുടെ മേലുള്ളത്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ശ്രദ്ധിക്കണം, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമുക്ക് ജീവിതം? നമുക്കെന്തിനാ ജീവിതം? എന്തിനാ ജീവിതം? ഒരുങ്ങാൻ വേണ്ടിയാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങും, കോളേജിൽ പോകാൻ ഒരുങ്ങും, ജോലിക്ക് പോകാൻ ഒരുങ്ങും, ചർച്ചിൽ വരാൻ ഒരുങ്ങും. ആകെ ഒരുക്കത്തിൻ്റെ സമയമാണ്. ആരെങ്കിലും വരുമ്പോൾ ഒരുങ്ങും, വരാത്തപ്പോൾ ഒരുങ്ങും. എപ്പോഴും നമ്മൾ എന്താണ്? എപ്പോൾ നോക്കിയാലും അങ്ങ് ഒരുക്കവാ. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഒരുങ്ങേണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്. സ്തോത്രമല്ലേലൂയ. ഒരുങ്ങിയവർ ഒഴിഞ്ഞു പോകും. ഒരുങ്ങിക്കഴിഞ്ഞവർ എന്ത് ചെയ്യും?
ഒഴിഞ്ഞു പോകും. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസംഘം സഹർഷമായി വിനാശകർത്തം പൂകിടുന്ന ആ ലൈൻ ഇങ്ങനെ നിൽക്കുക. എൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന ആളിൻ്റെ ടോക്കൺ വിളിച്ചോ ആർക്കറിയാം? ഇന്ന് ചിലപ്പോൾ ഇന്ന് രാത്രി ആയിരിക്കാം എൻ്റെ അവസാനം. ഇന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലാമെന്ന് ഗ്യാരണ്ടി ഉള്ളവരുന്ന് കൈ നോക്കിക്കും. ആരുമില്ല. പിന്നെ എന്തോ ഗ്യാരണ്ടി ദൈവമക്കളെ? പിന്നെ എന്തിനാ അവരോട് പറഞ്ഞ നാളെ കാണാമെന്നൊക്കെ? അല്ല നിന്നെ പിന്നെ കണ്ടോളെന്നൊക്കെ പറയും. എന്ത് ഗ്യാരണ്ടി വെച്ചാൽ? ഇന്ന് ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് ചോദിച്ചിട്ട് തിരിച്ചു പോകാൻ ഗ്യാരണ്ടി ഉള്ള ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ നാട്ടിലോട്ട് ചെല്ലട്ടെ, അവനെ കാണിച്ചു കൊടുക്കും. എവിടെ ഇന്ന് തിരിച്ചു പോകുന്ന ഗ്യാരണ്ടി ഇല്ല, പിന്നില്ലേ നാട്ടിൽ പോകുന്നു. യേശു വരാൻ താമസിച്ചാൽ എന്തിനോടും ചേർത്ത് പറയണം. പഴയ കാലത്ത് കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോൾ അല്ലേ അങ്ങനെ എഴുതുമായിരുന്നല്ലേ, ദൈവഹിതമായാൽ സുവിശേഷ മഹായോഗം. ഇന്ന് അതൊന്നും സമയമൊന്നുമില്ലല്ലോ. എല്ലായിടത്തും എഴുതി കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ദൈവഹിതമായാൽ. പിന്നെ താഴെ ആൾ കൂടാൻ വേണ്ടി ഉച്ചഭാഷണി ഉണ്ടായിരിക്കും, ഉച്ചഭാഷണം ഉണ്ടായിരിക്കും. ഇങ്ങനെ ബ്രാക്കറ്റ് എഴുതുമ്പോഴാണ് പഴയ കാലത്ത് ആൾക്കാർ കൂടിക്കൊണ്ടാക്കിയത്. ഉച്ചഭാഷണി എന്നൊക്കെ പറഞ്ഞ് കോളാമ്പി പോലുള്ള സാധനം കാണാൻ വേണ്ടി, ഓർമ്മയില്ല തെങ്ങിൻ്റെ മണ്ടയ്ക്കൊക്കെ യാക്കോബക്കാരൻ്റെ നെഞ്ചത്തോട്ട് അവൻ കേൾക്കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒന്നിരിക്കട്ടെ വടക്കോട്ട് ഒന്നിരിക്കട്ടെ തെക്കോട്ടെന്നൊക്കെ പറഞ്ഞ് കെട്ടിവെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട പലരും ഇതിനകത്തുണ്ടെന്നേ. ദൈവവചനം കറതീർന്ന സുവിശേഷം ദേശത്തോട് ദൈവദാസന്മാർ ആത്മാവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മാനസാന്തരത്തിൻ്റെ ദൂത് ഹൃദയത്തിനകത്ത് ചാട്ടുളി പോലെ കയറി പാപത്ത് ബോധമുണ്ടായി ആലയങ്ങളിലേക്ക് ജനം ഓടിക്കൂടി ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ആഡംബരങ്ങളില്ലായിരുന്നു. അത്താഴ പട്ടിണിക്കാർ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ ആട്ടിപ്പായിക്കപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ പണ്ടത്തെ ഒരു നല്ല കാലത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. ഐ എൻകറേജ് ഈച്ച് ആൻഡ് എവരി വൺ. ഹല്ലേലൂയ. മാതാപിതാക്കൾ മക്കൾ ഒരുമിച്ച് പണ്ടത്തെ പോലെ ഒരു ആത്മപ്രചോദനത്തിൻ്റെ കാലത്തിലേക്ക് ദൈവസഭകൾ മടങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ഒരു കാലത്തിനായിട്ടാണ് ദൈവം നിങ്ങളെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രതികൂലം എനിക്കറിയാം, ബുദ്ധിമുട്ടറിയാം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ നിങ്ങൾ പാടുപെടുന്ന പലരുടെയും ബുദ്ധിമുട്ടറിയാം. അപ്പോൾ തന്നെ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഭാരതത്തിൽ പാർക്കുന്ന, ലോകത്ത് പാർക്കുന്ന, ഹല്ലേലൂയ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെക്കാൾ നിങ്ങൾ സൗഭാഗ്യം അനുഭവിക്കുന്നവരാ. അതോർത്ത് ദൈവത്തിന് നന്ദി പറയണം. റീബാന ഹത്തുരാധന. ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ആയിരങ്ങൾക്കില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിനില്ലാത്ത 30 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ, റീഖാന വൈഡമാന, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത, ഹല്ലേലൂയ, 17 കോടി ആൾക്കാർ ഇന്ത്യയിലുള്ളപ്പോൾ, 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത 7 കോടി ആൾക്കാർ ഇന്ത്യയിലുള്ളപ്പോൾ, ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, അതിനൊരവസരം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നാം ധന്യരാണ്. നമ്മെ കരുതിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നശ്വരമായ ജീവിതത്തെക്കുറിച്ച് എന്താ വേദപുസ്തകം പറയുന്നത്? നമ്മുടെ ജീവിതം നശ്വരമാണ്. ഈ ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ലോകത്തിലുള്ള സകല സാധനത്തിന് എന്തോ ഉണ്ട്? ഗ്യാരണ്ടി ഉണ്ട്. യു ബൈ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്, അല്ലേ? അതിനോടൊരു മാനുവലും തരും, ഗ്യാരണ്ടി. 2 വർഷം 3 വർഷം 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. വണ്ടി വാങ്ങിച്ചപ്പോഴും ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട്. നമുക്ക് മാത്രം ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ മോശ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു 7 10 വേറെ ആയാൽ 80. അപ്പോൾ എത്ര ദിവസമുണ്ട് മൊത്തം? ഒരു വർഷം എത്ര ദിവസമുണ്ട്? ഹൗ മെനി ഡേയ്സ് ആർ ഇൻ എ ഇയർ? പിള്ളേരൊക്കെ നോക്കിയാട്ടെ, ഇടയ്ക്ക് ഇവരോട് ചോദിക്കുന്നത് ഇവർ പിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഒരു വർഷം എത്ര ദിവസമുണ്ട്? എല്ലായിടത്തും ഒരുപോലെ തന്നെ. എവരിവെയർ ദ സെയിം. 1 ഇയർ. ഇൻ ഇന്ത്യ, ഇൻ അമേരിക്ക, ഇൻ ഗൾഫ്, എവരിവെയർ 365 ഡേയ്സ്. ഓക്കെ. അപ്പോൾ 10 വർഷം എത്ര ഉണ്ട്? കൂട്ടാൻ എളുപ്പമുള്ളതുകൊണ്ട് പറയുകയാണ്. എത്ര ഉണ്ട്? 3600. എളുപ്പമല്ലേ? ഞാൻ പ്രൊഫഷണൽ ഒരു എഞ്ചിനീയറായി. 29 വർഷം മുമ്പ് ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. ഈ കണക്കിനോട് എനിക്ക് വലിയ താല്പര്യം. ജോലി രാജിവെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഈ കണക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് കൂട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആരോ ഞങ്ങൾ യാത്ര എന്നോട് പറഞ്ഞു, കടയിലൊക്കെ ചെന്ന് പണ്ടാണ് 50 ഉള്ളി 30 മുളക് 40 മല്ലി എന്നൊക്കെ പറയുമ്പോഴത്തേന് ഗോപാലം മൊത്തം എഴുതി കഴിയും അല്ലേ? തൂക്കുന്നതിന് മുമ്പ് അവൻ കണക്കൂട്ടി കാര്യം പറയും. പേപ്പറിൽ പോലും എഴുതത്തില്ലായിരുന്നല്ലോ അല്ലേ? ഇപ്പോഴോ ഇതില്ലാതെ ആർക്കും ഒന്നും അറിയത്തില്ല. തീർന്നാൽ തീർന്നു. പിള്ളേർക്ക് അറിയത്തേ ഇല്ലെന്ന്. എത്ര 10 എത്ര? എല്ലാം കമ്പ്യൂട്ടർ അങ്ങോട്ട് കൊടുക്കണം, കീബോർഡ് അങ്ങോട്ട് കൊടുത്താൽ അവർ കറക്റ്റായിട്ട് പറയും. ഒരുമാതിരി അല്ലല്ലേ ബഫൂണുകളെയാണ് ഈ ആധുനിക ലോകം വാർത്തെടുത്തിരിക്കുന്നത്. സ്വയമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത, വിഷമം തോന്നുന്നു സത്യം പറഞ്ഞാൽ. വിഷമം തോന്നുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് വന്നു. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് 10 വർഷം എന്ന് പറയുമ്പോഴത്തേനും 3650. അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 25550 ദിവസമാണ് നമുക്ക്. പേടിയായോ? ഇനി 80 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3650 കൂടെ കൂട്ടിക്കോ. അപ്പോൾ ഏകദേശം 29200 ദിവസം കിട്ടും. ഇനി നിങ്ങളുടെ വയസ്സ് വെച്ച് കൂട്ടിയിട്ട് കുറച്ചോ. ഇനി 200 40 ഉള്ളവർ അത് വെച്ച് 40 × 365. ഇന്നത്തെ ദിവസം ഉറക്കം പോയത് തന്നെ.
കാരണം ഈ 29,200 അല്ലെങ്കിൽ 25,550 നിങ്ങളുടെ വയസ്സൊന്ന് കുറച്ച് നോക്കിയേ, ഒരു ഗ്യാരണ്ടി ഇല്ല ദൈവമക്കൾ. നമ്മൾ ഈ വർഷമൊക്കെ പറഞ്ഞാണ് ഈ മസിലൊക്കെ പിടിച്ചിങ്ങനെ വണ്ണം പെരുത്താലും മണ്ണിനീരയാകും കണ്ണിൻ്റെ ഭംഗിയോ മായ മായ. നോക്ക്, എത്രയൊക്കെ ആയാലും അവസാനം എവിടെ പോകാനുള്ളതാ? ഈ മണ്ണിലോട്ട് പോകാനുള്ളതാ. അപ്പോൾ നോക്കണം, സങ്കീർത്തനക്കാരൻ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? 90 സങ്കീർത്തനം അതിൻ്റെ 5ഉം 6ഉം വാക്യം. Psalm 90 verse 5 and 6. നീ അവരെ എന്ത് ചെയ്യുന്നു? ജീവിതത്തെ ഞാൻ പിന്നീട് 90 സങ്കീർത്തനെ കുറിച്ച് ഭാഷ എത്ര മണി വരെയായിരുന്നു? 8:30. ഓക്കെ, വായിച്ചു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ എന്തായിരുന്നു? രാവിലെ തോറും മുളച്ചു വരുന്ന അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്നു. നല്ല ചൂടുള്ള സമയത്ത് മുളച്ചു വരുന്ന പുല്ല് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് അത് വാടിക്കിടക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരമായ ജീവിതത്തെക്കുറിച്ച് തിരുവചനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. പുല്ല് രാവിലെ മുളച്ചു വരുന്നു, ആരെങ്കിലും കത്തിക്കൊണ്ട് അരിഞ്ഞാൽ അത് ഉണങ്ങി വാടിക്കിടക്കുന്ന പോലാണ്. വാടിത്തളർന്ന് കിടക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം, നശ്വരമായ ജീവിതമാണ്. രാവിലെ മുളച്ചു വരുന്നു, അരിഞ്ഞു വാടിപ്പോകുന്ന ഒരു ഉറക്കം പോലെ നീ അവരെന്ത് ചെയ്യുന്നു? ഒഴുക്കിക്കളയുന്നു. 103 സങ്കീർത്തനം അതിൻ്റെ 15-16 വാക്യം. 103 സങ്കീർത്തനം. മനുഷ്യൻ്റെ ആയുസ് എന്തുപോലെയാണ്? പുല്ല് പോലെയാകുന്നു. ശ്രദ്ധിക്കണേ, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു. ഒരു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഒരു നല്ല പൂവ്, നല്ല ശക്തിയുള്ള ഒരു കാറ്റടിച്ചാൽ പൂവ് നിലത്ത് കൊഴിഞ്ഞു വീഴുന്ന പോലെ കൊഴിഞ്ഞു വീഴുന്നു. അടുത്ത വാക്യാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അതിൻ്റെ സ്ഥലം പിന്നെ നമ്മളെ, നിങ്ങൾക്കെല്ലാം ഒരു അഡ്രസ്സുണ്ട്, നാട്ടിലൊരു അഡ്രസ്സുണ്ട്, ഇവിടെ ഒരു അഡ്രസ്സുണ്ട്, ജോലിയിലൊരു അഡ്രസ്സുണ്ട്, എല്ലായിടത്തും അഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷേ കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അഡ്രസ്സെല്ലാം പോയി. നിങ്ങളുടെ പേര് പറഞ്ഞ ഒരു ലെറ്റർ പോലും പിന്നെ ആരും സ്വീകരിക്കാനില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഭിത്തിയിലൊരു ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. 6 മാസം മുമ്പ് ഷിബു തോമസ് പാസ്, എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കണ്ടല്ലോ, ഈ പുള്ളി ഇവിടെയൊക്കെ വന്നിട്ട് പോയതാണല്ലോ, അതാണ് ഇപ്പോൾ ഭിത്തിയിലാണ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ആയിത്തീരും ദൈവമക്കളെ നമ്മൾ ഒടുവിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ. ആ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല, ആരും നമ്മളെ അറിയുന്നില്ല. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മകൾ കൊണ്ട് വി ജസ്റ്റ് ബിക്കം, നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കുന്ന മെമ്മറിയായി, റിമംബറൻസായി, മെമ്മോറിയലായി. ഇനിയും ഇച്ചൂടൊക്കെ കാശൊക്കെ ഉണ്ടെങ്കിൽ മെമ്മോറിയൽ ഹാളായിട്ടൊക്കെ മാറും. അതിനപ്പുറത്തൊന്നും നമുക്ക് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ആരുടെ സ്റ്റാച്ചു കൊണ്ടെങ്കിലും വെക്കാറൊന്നും ഇല്ല. പഴയ ലോകപ്രകാരം ആൾക്കാരാണെങ്കിൽ ജംഗ്ഷനിലൊക്കെ കൊണ്ടുവന്ന് മഹാത്മാഗാന്ധി ജംഗ്ഷൻ വടിയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, കാക്കിയൊന്നും അടുത്ത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. കോട്ടയം ബേക്കർ ജംഗ്ഷൻ ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ നമ്മളെ ഒന്നും വെക്കത്ത് പോലുമില്ല. സഭയിൽ നിന്ന് പേര് വെട്ടും, വീട്ടിൽ നിന്ന് പേര് വെട്ടും, റേഷൻ കാർഡിൽ നിന്ന് വെട്ടും, ഇപ്പോൾ ഏതാണ്ട് കാർഡുണ്ട്, ആധാർ കാർഡ്, എല്ലാ കാർഡിൽ നിന്ന് നമ്മുടെ പേര് വെട്ടും. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. എന്താ 39 സങ്കീർത്തനത്തിൽ പറയുന്നത്? അതിൻ്റെ 4 മുതൽ വായിച്ചിട്ട് 6 വരെ. Psalms 39 4-6. ഇവിടെ ഒരു സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. അതിന് 39 1-ാം വാക്യം. ഇപ്പം നല്ല വേറെ വിഷയമാണ്, നാളെ നമുക്ക് സമയമുണ്ടെങ്കിൽ ചിന്തിക്കാം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടമൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാക്കിനെ കെട്ടിപ്പിടിച്ച് മുറുക്കിയിടുമെന്നും നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗൗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞ ഉടനെ ആദ്യമേ കിട്ടിയ ചോദ്യം ഇതാ, നാക്ക് പൊങ്ങി ഉടനെ എന്തോ ചോദിക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വാട്ട് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ആസ്ക്ഡ്? മമ്മി വാട്ട് ഐ ആം ഗോയിങ് ടു ഈറ്റ് അല്ലേ? അല്ല ഇന്ന് സ്കൂളിൽ പോകണോ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ജോലിക്ക് കാരണം എനിക്ക് ഒരു ആഗ്രഹമില്ല, പിന്നെ ശമ്പളം കിട്ടുന്നത് അവിടെ ചെന്നാലേ ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ പോകുന്നതാണ്. നമുക്ക് പോകണോ? നമ്മുടെ ചോദ്യം ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഉരിയാടാതെ, ഹി കെപ്റ്റ് സൈലൻസ് ഫോർ ലോങ് ഡേയ്സ്. മിണ്ടാതെ കുറേ നാളിരുന്നു, ഉരിയാടാതെ ഊമനായിരുന്നു പൊട്ടനെ പോലെ. എന്നിട്ട് ഉള്ളിൽ അങ്ങോട്ട് ചൂട് പിടിച്ചപ്പോൾ നാക്കെടുത്ത് സംസാരിച്ചപ്പോൾ ആദ്യമേ ചോദിച്ച ചോദ്യം, ജീവിതയാത്രയിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ അറിവ്, അതാണ് എൻ്റെ 4-ാം വാക്യം. എന്താണ്? യഹോവേ ലെറ്റ് മീ നോ ദ എൻഡ് ഓഫ് മൈ ഡേയ്സ്. എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ എന്ത് ചെയ്യണം? എനിക്കറിയണം. ഇന്ന് രാത്രി ഇന്ന് രാത്രി പോയിരുന്നുകൊണ്ട് കണക്ക് കൂട്ടിയെല്ലാം സെറ്റിൽ ചെയ്യാനല്ലേ പറഞ്ഞു വരുന്നത്. ജീവിതയാത്രയിൽ ഈ ഉത്ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നാം ആൾ മാറിയവരെ പോലെ ജീവിക്കും.
The moment you recognize the futility of your life, you will be a different person. ജീവിതത്തിൻ്റെ നശ്വരത തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ആൾ മാറിയവരെ പോലെ ജീവിക്കും. സാധാരണ മത്തായിച്ചനായിട്ട്, സാധാരണ ഷിബുവായിട്ട്, സാധാരണ തോമാച്ചനായിട്ട്, സാധാരണ മറിയാമ്മ, ചിന്നമ്മ, മോളി, സോളി, ഷിബു ഒന്നുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിതയാത്രയുടെ നീളം അറിഞ്ഞാൽ നിങ്ങൾ ആൾ മാറിയവരെ പോലെ ജീവിക്കും. ലഭിച്ച സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കും. ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കും, കൊടുക്കേണ്ടതുപോലെ കൊടുക്കും, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കും, പെരുമാറേണ്ടതുപോലെ പെരുമാറും. ജീവിതയാത്രയുടെ അർത്ഥമുണ്ടാകും. എൻ്റെ ആയുസ് എത്രയെന്നും എൻ്റെ നാള് അല്ലല്ല എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എത്രയെന്നും എന്നെ അറിയിക്കണം. ഇനി ഞാൻ അറിയണം. ലെറ്റ് മീ നോ, ഐ മേ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മൈസെൽഫ്. എനിക്ക് എന്നോട് തന്നെ ഒരു അറിവുണ്ടാകണം. ഞാൻ എത്ര ക്ഷണികനാണ്. ഊതിയാൽ കെട്ടുപോകുന്ന ജീവിതമാ, ഒരു കാറ്റടിച്ചാൽ ഇല്ലാതാകുന്ന ജീവിതമാ, പൂ പോലെ വാടിപ്പോകുന്നൊരു ജീവിതമാ, പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നൊരു ജീവിതമാ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ എന്ത് ചെയ്യണം? അറിയുമാറാകട്ടെ. അതേ സങ്കീർത്തനത്തിൽ തന്നെ 90-ാം സങ്കീർത്തനത്തിൽ മോശയും ഇത് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് 90-ാം സങ്കീർത്തനം ഒന്ന് പഠിക്കണം. ഇച്ചിരി സമയമുണ്ടെങ്കിൽ, സമയം കിട്ടിയാൽ ഞാനത് ഒന്ന് പറയാം. ഇതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ടീച്ച് us to number our days, not our years. കർത്താവെ, ഞങ്ങളുടെ നാളുകളെ എണ്ണ ഞങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. എന്തിനാ? ടു ഒബ്റ്റെയിൻ എ ഹാർട്ട് ഓഫ് വിസ്ഡം. നല്ല സുബോധമുള്ള, വിവരമുള്ള, വിവേകമുള്ള ഒരു ഹൃദയം കിട്ടേണ്ടതിന്. അപ്പം ആർക്കാണ് ഏറ്റവും നല്ല മിടുക്കൻ? ആരാ ഭൂമിയിലെ? ഹു ഈസ് ദ മോസ്റ്റ് ബ്രില്യൻ പേഴ്സൺ ഇൻ ദ വേൾഡ്? ആർക്കാ ഏറ്റവും നല്ല ജ്ഞാനമുള്ളത്? ആയുസിനെ കുറിച്ച് ബോധമുള്ളവന്. വേഗം തീരുന്ന ഒരു ആയുസിൻ്റെ ഉടമയാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാ. അടുത്തിരിക്കുന്നവരോട് നാം അങ്ങനെ പെരുമാറും. കാരണം കഴിഞ്ഞു പോകുന്നൊരു ജീവിതമാണെങ്കിൽ എനിക്ക് വെച്ച് കൊണ്ടുപോകുവാൻ ഒരു കയ്പും വിദ്വേഷവും പാടില്ല. പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഭാര്യയോട് പിണങ്ങി പാകിസ്ഥാനും ഇന്ത്യയും പോലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി മേലെ നിന്നോട് ഞാൻ എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. നീ ചാക്കോന്നെ ഇനി എൻ്റെ ആയുസ്, എൻ്റെ കഴുത്ത് പോയാലും ഞാൻ ഇവനോട് എന്ത് ചെയ്യത്തില്ല? കഴുത്ത് പോയിട്ട് ആർക്ക് സംസാരിക്കണം? ഉള്ള കഴുത്ത് കൊണ്ട് സംസാരിച്ചാട്ട്. കഴുത്ത് പോയാലും ഞാൻ ഇവനോട് സംസാരിക്കത്തില്ല. ദൈവമക്കളെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കഴിയുമെങ്കിൽ എല്ലാവരോടും എന്ത് ചെയ്യണം? ബി അറ്റ് പീസബിൾ വിത്ത് എവ്രി വൺ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലല്ല, ബുദ്ധിമുട്ടാ. എല്ലാവരോടും സമാധാനം ആചരിക്കണം. അപ്പോൾ നോക്കണം, അല്ലല്ലേ, എൻ്റെ ആയുസ് എത്ര എന്നു എന്നെ അറിയിക്കണമേ. കാരണം എന്താ? പറഞ്ഞു. നീ എൻ്റെ ആയുസിനെ എന്ത് ചെയ്തിരിക്കുന്നു? ക്യാൻ യു ജസ്റ്റ് കീപ് യുവർ ലുക്ക് അറ്റ് മീ, ക്യാൻ യു കീപ് യുവർ ഫിംഗർ ലൈക്ക് ദിസ്, 4 fingers. ഓക്കെ, നീ എൻ്റെ ആയുസിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അത് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ എത്ര കഴിഞ്ഞെന്ന് എനിക്ക് വരുന്നുണ്ട്. നേഴ്സറി പോയവരെല്ലാം ഒന്ന് കൈ പൊക്കിക്കേ പണ്ട്, അപ്പോൾ ബാല്യം കഴിഞ്ഞു. സ്കൂളിൽ പഠിച്ചവരെല്ലാം ഒന്ന് കൈ പൊക്കിക്കേ, അപ്പോൾ കൗമാരം കഴിഞ്ഞു. ഒരു 40 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ, അപ്പോൾ എന്തും കഴിഞ്ഞു. ഈ യൗവനം. PYPയുടെ പ്രായം 40 എത്ര മാസം ഇപ്പം? എത്ര? ഇപ്പം 40. അതാ ഞാൻ പറഞ്ഞത്, PYPയും കഴിഞ്ഞെന്ന്. അപ്പം യൗവനവും കഴിഞ്ഞു. ഇപ്പം എന്തേ ഉള്ളു? എല്ലാ വൃദ്ധന്മാർക്കായി സ്തോത്രം. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തോടായി പറയുന്നത്, നമ്മളെല്ലാം അപ്പർ 40s മീൻസ് വി ആർ ഓൾഡ്, നോട്ട് ടു ഓൾഡ് ബട്ട് വി ആർ ഓൾഡ്. എല്ലാവരും എന്താണ്? പിന്നെ കെട്ടിയിടുന്ന ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ, നിന്നുടെ മുഖം കുഴി അഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. ഒരു ദിവസം ഇതെല്ലാം എന്ത് ചെയ്യും? പേടിയാണോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾ എത്ര ഡൈ ചെയ്താലും വൺ ഡേ യു വിൽ ഡൈ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ആ കാര്യത്തിൽ പേടിക്കണ്ട. അതിന് ഞാൻ അഗൈൻസ്റ്റ് ഒന്നുമല്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറന്നു പോകല ഈ സാധനം. ബോംബെ ഡൈങ് എന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യും? ഉറപ്പ് ഡൈ, ഉറപ്പാണ്. അപ്പം ഇവിടെ പറയുകയാണ്, 4 വിരൽ നീളമേ ഉള്ളൂ നമ്മുടെ ആയുസിന്. ഇത് വേഗം കഴിഞ്ഞു. അടുത്ത വാക്യം വായിച്ചോ. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്ത പോലെയാകുന്നു. ഏതു മനുഷ്യനും, ശ്രദ്ധിക്കണം, ഉറച്ചു നിന്നാൽ. അപ്പോൾ ഉറച്ചു നിൽക്കുന്നവൻ്റെ ഗ്യാരണ്ടി ഒരു ശ്വാസം. അപ്പോൾ ഈ കാലാടുന്നവൻ്റെയോ? 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഭയങ്കര സ്വീറ്റാണ് എന്ന് പറഞ്ഞാൽ കുത്തി നോക്കിയിട്ടാണ് പറഞ്ഞത്. കാരണം എന്ത് പറഞ്ഞു? ഷുഗർ ഉണ്ട്, നീ ഭയങ്കര ചൂടനാളെ, നിനക്ക് നല്ല ചൂടാണ്, പ്രഷർ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ട്, നിൻ്റെ ഹാർട്ടിനകത്തോട്ട് രക്തം അങ്ങോട്ട് പോകുന്നില്ല. ആരോ ഒക്കെ കയറി അവിടെ സിന്താവ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു, പഞ്ചായത്തുണ്ടെന്ന് പറയുന്നു, ആകെ പ്രശ്നമായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഉറച്ചു നിൽക്കുന്നവൻ്റെ ഗ്യാരണ്ടി ഒരു ശ്വാസം കൊണ്ട് തീരുമെങ്കിൽ, ഉറപ്പ് പോലുമില്ലാത്ത എൻ്റെയും നിങ്ങളുടെയും ഗതി എന്തായിരിക്കും?
ഇന്ന് രാത്രി തിരിച്ചറിയണം, നശ്വരമായ ജീവിതത്തിൻ്റെ ഉടമയാണ്, പക്ഷേ അകത്ത് വെച്ചിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ വില കൊണ്ടാ ദൈവം നമ്മെ ഇത്രത്തോളം നടത്തി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇതൊരു മൺകൂടാരമാ കേവലം, കേട്ടോ. 2 കൊരിന്ത്യർ 4:7 മുതലുള്ള വാക്യങ്ങൾ. ഈ മൺകൂടാരമാ, പൊട്ടിപ്പോകുന്ന മൺകൂടാരമാ, ആക്രമിക്കപ്പെടുന്ന മൺകൂടാരമാ. വെയിലടിച്ചാൽ കറുത്തു പോകും, മഴ പെയ്താൽ കുതിർന്നു പോകും, താഴെ വീണാൽ ഉടഞ്ഞു പോകും. പക്ഷേ ഇത് പൊട്ടിപ്പോകാതിൻ്റെ കാരണം ഒരു നിക്ഷേപം ദൈവം അകത്ത് വെച്ചു. അടുത്ത വാക്യം പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ ഉപദ്രവം ഏൽക്കുന്നവരാണെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഞങ്ങൾ വീണ് കിടക്കുന്നവരാണെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കുന്നു. അകത്തൊരു നിക്ഷേപമുള്ളത് കൊണ്ടും അകത്ത് വിലയുള്ള ഒരു ജീവിതമുള്ളത് കൊണ്ടും അകത്ത് അക്കരെ നാടോളം ജീവിക്കേണ്ട ഒരു ജീവിതമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെങ്ങനെ സൂക്ഷിച്ചേക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാമോ? ഈ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിളിൽ വല്ല വാക്യമുണ്ടോ? എൻ്റെ കൂട്ടത്തിലുണ്ടേ. എന്നെ അങ്ങ് വെള്ളിയാഴ്ച രാത്രി ഞാൻ കയറ്റി വിട്ടേക്കണേ, പൊതുരേക്കല്ലേ. പിന്നെ മരിക്കാതിരിക്കാൻ ബൈബിളിൽ വല്ല വാക്യമുണ്ടോ? ചുമ്മാ ഉണ്ടേ പറഞ്ഞാട്ടെ, സമയം കളയല്ലേ, നമുക്ക് നിർത്തണം 8:30. ഏത് വാക്യം? അയ്യോ, 2 രാജാക്കന്മാർ. അത് ആഗ്രഹമല്ലേ, ബൈബിളിലെ വാക്യം, പ്രാർത്ഥന. ഇവിടെ ഇരിക്കുന്ന ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചല്ല. ബൈബിളിൽ വാക്യമുണ്ട്, കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചു എൻ്റെ ആയുസിൻ്റെ മധ്യത്തിൽ തന്നെ. എന്തിനാ? അതിനപ്പുറത്ത് വായിച്ചിട്ടില്ല ഇതുവരെ. എന്തിനാ? എൻ്റെ ആയുസിൻ്റെ മധ്യത്തിൽ തന്നെ വരുവാനുള്ള തലമുറയോട് നിൻ്റെ നീതി ഉപദേശിക്കുവോളം വാർദ്ധക്യവും നരയുള്ള കാലത്ത് തന്നെ എന്ത് ചെയ്യരുത്. ആർക്കെങ്കിലും ദീർഘായുസ് വേണമെങ്കിൽ കൈപൊക്കിക്കേ, ഞാൻ ശൂശയുടെ വേലയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. വരുവാനുള്ള തലമുറയോട് നിൻ്റെ നീതിയെ ഉപദേശിക്കുവോളം. ഓൺലി വിത്ത് വൺ റീസൺ ഗോഡ് ഈസ് എക്സ്റ്റെൻഡിങ് അവർ ലൈഫ് ടു പ്രൊക്ലെയിം ദ ഹൈ പ്രൈസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയ്ക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ തന്ന ഈ ആയുസ്സിനായി സ്തോത്രം. ഇനി ഞാൻ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നു, ഇന്ന് എനിക്ക് ലഭിച്ച എല്ലാ ആയുസ്സും ഒരു നല്ല തലമുറയെ സ്വർഗത്തിന് വേണ്ടി വാർത്തെടുക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ, നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്നിടത്തോ ജോലി ചെയ്യുന്നിടത്തോ നിങ്ങളുടെ മുമ്പിൽ വന്നുപെടുന്ന തലമുറകളെ അവരോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ മാത്രം എനിക്ക് ദൈവം തന്ന ആയുസ്സിനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആയുസ്സിൻ്റെ പ്രൈം ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്തൊരു തലമുറയെ സ്വർഗരാജ്യത്തിന് വേണ്ടി വാർത്തെടുക്കുക. അതിനുവേണ്ടി ദൈവം നമുക്ക് ആയുസ് തന്നത്. അതിനാ ദൈവം നമ്മുടെ ആയുസ് നീട്ടിയത്. ഞാൻ മുടിഞ്ഞു പോകാതിരുന്നത് അടുത്ത തലമുറയ്ക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ എപ്പോഴും വിഷ് ചെയ്യുകയാണ്, ഞങ്ങളുടെ ചർച്ചിലെല്ലാം പറഞ്ഞതാണ്, ഞാൻ ഈ ഫോക്കസ് ഓൺ അവർ ചിൽഡ്രൻ. ഞാൻ ചിൽഡ്രൻ മിനിസ്ട്രിയാണ്. 1991 ഒരു ദൈവശബ്ദം കേട്ടാണ് കർത്താവിൻ്റെ വേലക്കിറങ്ങിയത്. അല്ല, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. പൈതങ്ങൾ അപ്പം ചോദിക്കുന്ന ആരും നുറുക്കി കൊടുക്കുന്നില്ല. യങ് ചിൽഡ്രൻ ആസ്കിങ് ഫോർ ദ ബ്രെഡ്. അവർക്ക് വചനം അവരുടെ ഭാഷയെ നുറുക്കി കൊടുക്കാൻ വേണ്ടി ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഇന്ന് 28 വർഷമായി ഈ ദിവസങ്ങളിൽ. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം കുഞ്ഞുങ്ങളുടെ ഇടയിലെ സുവിശേഷ വേലയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കാലിൽ ദൈവം എന്നെ മാറ്റി ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വന്നതാണ്. ഇന്നും എല്ലാ കാര്യങ്ങൾക്കും മുൻതൂക്കം കുഞ്ഞുങ്ങൾക്കാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളെന്നെ വിളിച്ചതിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. അടുത്ത വർഷം കൺവെൻഷൻ നടത്തിയില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് വെക്കണം. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. അടുത്ത തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. വചന നിശ്ചയമുള്ളവരായി പിശാചിൻ്റെ തന്ത്രങ്ങൾ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ കണക്ക് ഏദൻ തോട്ടത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ട്, സർപ്പത്തിൻ്റെ തലയെ മെതിക്കുന്ന ഒരു സന്തതി പുറത്തു വരണം. കാരണം കുഞ്ഞുങ്ങളെ നോട്ടം വിടുന്ന ഒരു പിശാച് അന്ധകാരങ്ങളുണ്ട്. അതിൻ്റെ തലയെ, അതിൻ്റെ ബുദ്ധിയെ, അതിൻ്റെ കഴിവിനെ, അതിൻ്റെ ആഭിചാരങ്ങളെ, അന്ധകാരങ്ങളെ അടിച്ചമർത്തുന്ന മെതിക്കുക എന്ന് പറഞ്ഞാൽ ദ ചിൽഡ്രൻ ഷുഡ് ബി ഏബിൾ ടു ഡാൻസ് അപ്പോൺ ദ ഹല്ലേലൂയ സ്റ്റാറ്റിക്സ് ആൻഡ് ടാറ്റിക്സ് ഓഫ് ദ എനിമി. പിശാചിൻ്റെ തന്ത്രങ്ങളുടെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്ന ഒരു ആത്മാവിൻ്റെ തലമുറ. ഇനി എൻ്റെ ഭാഷയെ പറയാം, പിശാചിൻ്റെ പദ്ധതി വെളിപ്പെടുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം തലമുറ ഈ ദൈവസഭയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദം ഡാൻസ് ഓവർ ദ ഹെഡ് ഓഫ് ദ സർപ്പൻസ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലമുറയ്ക്കായി കൊതിക്കണമെന്നേ. അതിനാ ദൈവം നമുക്ക് ആയുസ് തരുന്നത്. സ്തോത്രം. അപ്പോൾ നോക്കുക, നമ്മുടെ ആയുസ് ക്ഷണികമാണ്. എൻ്റെ ആയുസ് എത്ര എന്ന് എന്നെ അറിയിക്കണമേ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്ര. യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നത് 40-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്. യെശയ്യാവ് 40:6-7 വാക്യങ്ങൾ കേട്ടോ. വിളിച്ചു 40-ന്റെ 6-ാം വാക്യമാണ് വായിക്കുന്നത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയേണ്ടത്? ഉറക്കെ വിളിച്ചു പറയുക. കേട്ടോണം. എന്താണ്? എന്താ പറയേണ്ടത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാം വാലല്ല തലയാക്കാൻ പോകുന്നു. അതൊക്കെ ഇതിനകത്തൊക്കെ ഉള്ള കാര്യം. ദൈവമക്കളെ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ എല്ലാവരെയും ദൈവം വാലല്ല പിന്നെന്താക്കും? കാരണം നമുക്ക് തലയായിട്ട് ആരുണ്ട്? ഒരു സ്തോത്രം പറഞ്ഞുണ്ട്.
അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും വന്ന് തലയ്ക്ക് വെച്ച് പറയണം. നിങ്ങൾക്കെല്ലാം തലയുണ്ട് സ്വന്തമായിട്ട് തലയില്ലാത്തവരോടാണ് ഈ പറയുന്നത്. എന്താണ്? വീട്ടിൽ ചെന്ന ഭാര്യമാർക്കൊരു സ്തോത്രം. കാരണം നിങ്ങൾക്ക് ആ തലയായിട്ട് ആരുണ്ട്? ഏത് സ്ത്രീയുടെയും തല എന്താ പറയാനൊരു മടി? ഏത് സ്ത്രീയുടെയും തല പുരുഷന്മാർക്കൊരു തലയുണ്ട്. ആരാ? പുരുഷൻ്റെ തല ക്രിസ്തു. ഇനി തലയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ദൂത് കേട്ടോ, നിങ്ങളെ വാലല്ല തലയാക്കി. ദൈവമക്കളെ, നമുക്ക് ലഭിച്ച തലയ്ക്കായി സ്തോത്രം. ഇനി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വായിക്കുകയാണ്, സകല ജഡവും പുല്ലുപോലെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, സകലതും പുല്ല് തന്നെ. ഈ ശരീരവും നിറവും വണ്ണവും പൊക്കവും പഠിച്ചതും പഠിപ്പിച്ചതും ആയുസ്സും ഒക്കെ എന്ത് ചെയ്യും? പോകും. സ്തോത്രം. വിഷമം വരുന്നോ? പോകുന്നേ. ഒരു ദിവസം ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മളെല്ലാം മണ്ണാകും, മായ വിട്ട് നമ്മളെല്ലാവരും പോകേണ്ടതാണ്. ഒരു ദിവസം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, ഭയങ്കര ജ്ഞാനിയാണ്. പുള്ളി ഒരിക്കൽ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. തലയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ നരച്ചൊക്കെ തുടങ്ങി. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയെന്ന് നിന്നിട്ട് പുള്ളി ഒന്ന് വ്യാഖ്യാനിച്ചു നമ്മുടെ അവസാനം എങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നോ? ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് അന്നേരത്തേക്ക് എനിക്ക് തോന്നുന്നു സമയമാകുമെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുണ്ട് കയ്യിൽ പറഞ്ഞുതരാം. നമുക്ക് വായിക്കാം. വലിയ സഭാപ്രസംഗയുടെ പുസ്തകം 12-ാം അധ്യായം. Children, it's for you. Okay, all the children, turn your Bible to Ecclesiastes. So it's a word of the preacher. And chapter 12 was beginning from 1 through all the way through 7. Okay, have you ever heard about that book? Ecclesiastes, Psalms, Song of Solomon, the next chapter. Proverb, the next chapter. Okay, next book. Okay, വായിച്ചു. 12-1 തൊട്ട്. യൗവനക്കാര, നിന്റെ യൗവനകാലത്ത് ആരോടെ ഈ പറയുന്നത്? യൗവനക്കാർ. ഞാൻ പറഞ്ഞു PVP-ക്കാരോട് 40. നമ്മൾ ഉടനെ എന്തായാലും യൗവനക്കാരെന്ന് കേട്ട ഉടനെ ഈ പിള്ളേരെ മണ്ടക്കൂട്ട് കൊണ്ടിടും. ഇല്ലെന്നേ, നമ്മളെല്ലാം എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം 80-ാമത്തെ വയസ്സ് 85-ാമത്തെ വയസ്സ് വരെ യൗവനക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാലേബിൻ്റെ ഏജ് വരെ. 40-ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തം 45 വർഷമായിട്ട് കൊണ്ട് നടക്കുന്നവൻ യൗവനക്കാരനാണ്. Any promise you heard at your young age, you are still pampering that promise, you are an young person. അങ്ങനെയാണെങ്കിൽ കൊച്ചിലെ കേട്ട ദൈവവചനം ഇന്നും നിങ്ങൾ കൈമോശം വരാതെ കൊണ്ട് നടക്കുന്നെങ്കിൽ നിങ്ങൾ യൗവനക്കാരാ. എനിക്ക് അന്നത്തെ പോലെ ആരോഗ്യമുണ്ട്, പടവെട്ടാനും മല ഓടിക്കയറാനും ഒക്കെ അല്ലേ ആര് പറയുന്നത്? എൻ്റെ ശരീരം ചുക്കിച്ചുള്ളിഞ്ഞേക്കാം, തല നരച്ചേക്കാം, വടികുത്തിയായിരിക്കും നടക്കുന്നത്. പക്ഷേ യോശുവോട് പറയുക, നിനക്ക് ഓർമ്മയില്ലേ 45 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ ദൂത് ഇന്നും എൻ്റെ അകത്ത് കിടന്ന് കത്തുന്നുണ്ട്. ആസ് ലോങ് ആസ് ദ പ്രോമിസ് ഈസ് ജസ്റ്റ് ഹാങ്ങിങ് ബിഫോർ മീ, നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ ഫ്രം മൈ വിഗർ ആൻഡ് മൈ സ്ട്രെങ്ത്. എൻ്റെ ആ കഴിവ് ചുരുക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം വാഗ്ദത്തം എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. നിവർത്തിക്കപ്പെടാത്ത ഏതെങ്കിലും വാഗ്ദത്തം അകത്തുണ്ടെങ്കിൽ അതിനെ നോക്കി ആമേൻ പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ സ്വർഗം അത് സാധിപ്പിച്ചു തരും. കാരണം യഹോവയുടെ വായല്ലോ അരുളി ചെയ്തത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം. ശലോമോൻ പറയാം, തന്നെ ഏകദേശം 40 വയസ്സുള്ളപ്പോഴാണ് ശലോമോനെ രാജാവാക്കിയത്. 40 വയസ്സുണ്ട്. പുള്ളിയുടെ 40-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അവനെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി രാത്രി കിടന്ന് സ്വപ്നം കണ്ടതൊക്കെ. കാരണം എന്തോ വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് ജ്ഞാനം. അന്നേരം പുള്ളി പറഞ്ഞൊരു പദമുണ്ട്, ഞാനൊരു ബാലൻ അത്രയെന്ന്. അപ്പോൾ 40-ാമത്തെ വയസ്സിൽ ആരുണ്ട്? ബാലൻ എന്ന് പേരുള്ളവരല്ല, പിന്നെ നിങ്ങൾക്കും ബാലൻ എന്ന് പറയും. ഇവിടെയുള്ള 40 വയസ്സുള്ളവർ എല്ലാവർക്കും പറയാം ആരാണെന്ന്. 40-ാമത്തെ വയസ്സിൽ ശലോമോന് പറയാമെങ്കിൽ, അയ്യോ അടിയൻ വലിയൊരു ജനത്തെ എങ്ങനെ നയിക്കും, ഞാനൊരു ബാലൻ അത്ര, എനിക്ക് എന്തോ വേണം? ജ്ഞാനം വേണം. അപ്പോൾ 40 വയസ്സ് തൊട്ട് നമ്മൾ ആരാണ്? ഉറക്കെ പറഞ്ഞോട്ടെ. ഇനി കർത്താവിൻ്റെ വരവിൽ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തൊക്കെ നഴ്സറി ക്ലാസ്സിൽ പോകണമെങ്കിൽ മിനിമം 100 വയസ്സ് വേണം. ഇപ്പോൾ നാട്ടിലൊക്കെ ബാംഗ്ലൂരിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് 20 വർഷം മുമ്പ് ബുക്ക് ചെയ്യണം പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ. കാരണം അത്രയ്ക്ക് ക്യൂ ആണ്. ക്ലാരൻസ് സ്കൂളിലും ബിഷപ്പ് കോട്ടണിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. യേശുവിൻ്റെ വരവിൻ്റെ കാര്യത്തോടെ പറയുന്നുണ്ടല്ലോ, ബാലൻ 100 വയസ്സുള്ളവനായി. ബൈബിളിലെ വാക്യം പറഞ്ഞത്. അപ്പം നേഴ്സറിലൊക്കെ പോകുമ്പം 100-ാമത്തെ വയസ്സിൽ ബാഗൊക്കെ ഇട്ടുണ്ട്, യെസ് പപ്പ ജോണി യെസ് പപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നോക്കിയേ 100-ാമത്തെ. അതുപോലൊക്കെ ആയി ദൈവമക്കളെ നമ്മുടെ യൗവനം കർത്താവിൻ്റെ വരവെങ്കിലുള്ള കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്. ഇപ്പം ഇവിടെ പറയുകയാണ്, ശലോമോൻ രാജാവ് നിലക്കണ്ണായുടെ മുമ്പിലോട്ട് പോയി നിന്നു. അയച്ചു. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലമാസന്നമായിരിക്കുന്നു. There is a day that approaching, each and every young one, a little one, older one, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ദിവസം നമ്മുടെ തൊട്ട് മുമ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലങ്ങൾ, ഇത് പഴയ കാലത്ത് കേട്ട പ്രസംഗം. പക്ഷേ ഇതോടെ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുള്ളൂ. അന്ന് വീട്ടുകാവൽക്കാർ എന്ത് ചെയ്യും?
ഒരു ആംഗ്യ ഭാഷയിലെ ഒരു ഫിഗറേറ്റീവായിട്ടാണ് ശലോമോൻ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പഴയ ഒരു വ്യാഖ്യാനം ഞാൻ എടുത്ത് പറയുന്നത് എൻ്റെ ഭാഷയും കൂടെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പഴയ ആൾക്കാർ പറയുന്നത് അതേ വ്യാഖ്യാനം തന്നെയാണ്, ഒട്ടും മാറ്റമില്ല. വീട്ട് കാവൽക്കാർ എന്ത് ചെയ്യും? മുട്ടയ്ക്ക് അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങും. പണ്ട് എവിടെ ആയാലും ഡോറിൻ്റെ വാതിൽക്കെ കയറി നിൽക്കുകയാണ്, എവിടെ മിടുക്കനായിട്ട്. പക്ഷേ ഒരു ദിവസം വരുന്നുണ്ട്, മുട്ടയ്ക്ക് എന്ത് ചെയ്യും? വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കേണ്ട. വീട്ട് കാവൽക്കാർ വിറയ്ക്കും. നട്ടല് പാസ്റ്റർ മുമ്പിലും സഭയുടെ മുമ്പിലും കമ്മിറ്റിയുടെ മുമ്പിലും ഒന്നും വളയാത്ത നട്ടല്ലേ. ഞാൻ ഇവിടുത്തെ പി സി ഒക്കെ കുവൈറ്റ്, ഞാൻ എവിടെ നിൽക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഒമാനിലായിരുന്നു. ഞാൻ ഓർത്ത് ഇവിടുത്തെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ അന്ന് പറയത്തുമില്ല, പേടിക്കണ്ട, ഗ്യാരണ്ടി. പക്ഷേ ബലവാന്മാരൊക്കെ എന്ത് ചെയ്യും? അച്ചായൻ്റെ മുമ്പിൽ വളയാത്ത അമ്മാമ്മയുടെ നട്ടലും സഭക്കാരുടെ മുമ്പിൽ വളയാത്ത വിനയപ്പെടാത്ത സകലതും വിനയപ്പെടുന്ന ഒരു പ്രായമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് യൗവനകാലത്ത്, അറിവുള്ള സമയത്ത്, ജ്ഞാനമുള്ളപ്പോൾ, ഓർമ്മയുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് മുമ്പ് നല്ല സുബോധത്തോടെ ജ്ഞാനത്തോടെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളപ്പോൾ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. നിന്നെ നിർമ്മിച്ചവനെ, ഒരു പിടി മണ്ണിൽ പണിതെടുത്ത ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയണം. മൃഗങ്ങൾ ചവിട്ടി നടന്ന പൊടിയെ സ്വർഗം കയ്യിലെടുത്തപ്പോൾ ആ പൊടി മൃഗത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ ജീവിയായി മാറിയെങ്കിൽ ഇന്നും അധികാരമുള്ളവനെ തിരിച്ചറിയണം. സ്തോത്രം. ബലവാന്മാർക്ക് ഇനിയും ഇപ്പം തന്നെ കുറവായി. 10-32 പല്ലുണ്ട്. അതിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? വീട്ടിൽ സമയം എണ്ണി നോക്കിയാൽ മതി. നല്ല സ്വഭാവമാണെങ്കിൽ ഒരു 28 എണ്ണം കാണും ഇപ്പം, അല്ലേ? അരയ്ക്കുന്നവർ എന്താകും? കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ചുരുക്കമായിട്ട് വരും. ഇപ്പം പഴയതുപോലെ ഒന്നും ചവയ്ക്കാൻ വയ്യ, അല്ലേ? അടങ്ങിയിരിക്കുമെന്ന്. വായിച്ചു. എന്തോ കാഴ്ചയായിരുന്നറിയാമോ? ആരെതിലെ പോയാലും ഒരു കുറ്റം കണ്ടുപിടിച്ചിരിക്കും. അവളെന്താ ആ സാരി എടുത്തുകൊണ്ട് വന്നേ, എന്തിനെ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നേ, പുള്ളി വന്നപ്പോൾ എന്തിനാ ഇങ്ങനെ ഇരുന്നത്? നല്ല കാര്യമൊന്നും കണ്ടില്ല. പക്ഷെ കിളിവാതിൽ കൂടെ കൊടുക്കുന്നവർ എന്തായി മാറും? അന്ധന്മാരെ. ആരാ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നൊരു സമയമുണ്ട്. മൂളിയാ മതി, കേൾക്കുമായിരുന്നു. വചനം ഒഴിച്ച് ബാക്കി എന്ത് പറഞ്ഞാലും ഇങ്ങനെ അങ്ങോട്ട് ഇതിലേക്കൂടെ കയറും, പായിക്കൂടെ തള്ളും. ഇതാ പരിപാടി. എവിടുന്ന് ഒരു മൂളൽ പോയാൽ മതി, അത് കേൾക്കുമായിരുന്നു. അത് ഡീകോഡ് ചെയ്തു വ്യാഖ്യാനിക്ക് ചെയ്യും. പറയാത്ത കാര്യം വരെ എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കുമായിരുന്നു. വായിച്ചു. ഇപ്പം വിളിക്കും, അലാറം ഒന്നും വെക്കണ്ട. മക്കളെ എഴുന്നേക്കൊന്നും പറയണ്ട. ഒരു ദിവസം ഡേ കം ദാറ്റ് യു ആർ ഗോയിങ് ടു വേക്ക് അപ്പ് ഈവൻ ബിഫോർ ദ ഏർലി മോർണിംഗ്. ഓക്കെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേക്ക്, സ്കൂളിൽ പോകാൻ എഴുന്നേക്ക് എന്നൊക്കെ പറയുന്നവരൊക്കെ ഒരു കാലമുണ്ട്. നമ്മളും അങ്ങനെ അല്ലായിരുന്നു. ഒരു കാലമുണ്ട്. ഇപ്പോൾ പിന്നെ പക്ഷികളുടെ ശബ്ദത്തിൽ തന്നെ ഉണർന്നു പോകും. നാക്ക് കുഴയുമെന്നേ. എന്തോ ഒരു ചുണയായി. ഇപ്പോൾ 1 പറഞ്ഞാൽ 2, 2 പറഞ്ഞാൽ 4, ഇങ്ങനെ 1 വെച്ചാൽ 2, വെയ് രാജ എന്ന് പറഞ്ഞ് പറയുന്ന നാക്കുകളൊക്കെ എന്ത് ചെയ്യും? കുഴയും. ഏത് ചലഞ്ച്, ആരുണ്ട് എൻ്റെ മേലെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞവർ അവർ കയറ്റത്തെ പേടിക്കും. ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എനി ചലഞ്ചസ്. ഒരു വെല്ലുവിളിയും ഏറ്റെടുക്കുവാൻ കഴിയാതെ വിറയ്ക്കുന്ന ദിവസങ്ങൾ വരും. ഇന്നത്തെ നമ്മുടെ വെല്ലുവിളികളൊക്കെ അവസാനിക്കും. എവിടെയും ഇരുട്ടിനെ ഭയമാണ്. എന്ത് കണ്ടാലും ഭയമായിട്ട് തോന്നും. അതാണ് നേരത്തെ പറഞ്ഞ സാധനം. ഇതൊക്കെ എന്തു ചെയ്യും? എത്ര പിന്നിക്കെട്ടിയാലും ഓമനിച്ചു വളർത്തിയാലും ഇതൊക്കെ എന്ത് ചെയ്യും? ഒരു ദിവസം നരയ്ക്കും. ഉറപ്പാന്നേ. ശരീരത്തിലെല്ലാം എവിടെ ഏത് സ്കാൻ ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്താ അസുഖമെന്ന്. തുള്ളനിങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന പോലെ തോന്നും. വെറുതെ ഫാർമസി പോകാന്നേ ഉള്ളൂ. രോചനക്കുരു മെഡിസിൻ ഒന്നും വർക്ക് ചെയ്യത്തില്ലെന്നേ. പച്ചവെള്ളം, ഞങ്ങൾക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്ത് പോയ പുള്ളിക്കാരിക്ക് ഭയങ്കര ആശ്വാസമാണ്. മരുന്നും കൊടുക്കണ്ട, പച്ചവെള്ളം കുത്തി വെച്ചാലും മതി. കാരണം ഡോക്ടർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മരുന്നും ഫലിക്കാത്തൊരു കാലം വരും. നിത്യ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കമാണെന്ന്. എത്ര ഹല്ലേലൂയ മണിമാളിക കെട്ടിപ്പൊക്കിയാലും ഒരു ശാശ്വത വീടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 5 അടി 6 ഇഞ്ച് പൊക്കമുള്ള ഈ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നേരത്തെ പറഞ്ഞ കണക്ക് 7, 10 ഏറെ ആയാൽ 80, ഇത്രയും നാളും ജീവിച്ചിരിക്കാൻ വേണ്ടി എത്ര നേരം ആഹാരം, ഇന്നലെ ഞാൻ ചോദിച്ച കണക്കല്ല, എത്ര നേരം ആഹാരം കഴിക്കും? മിനിമം എത്ര നേരം? കൂടുതൽ കഴിക്കുന്ന കാര്യമല്ല ചോദിച്ചത്, മിനിമം എത്ര നേരം ആഹാരം കഴിക്കുമെന്ന് ഈ ശരീരം ഇങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടി? 3 നേരം. എന്തിനാണ് കുറവ് പറയുന്നത്? ഓക്കെ, 3 നേരം കൃത്യമായി ആഹാരം കഴിച്ച് അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്ത് വൈറ്റമിൻ ടാബ്ലറ്റൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? 70 മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ 70, 80. പക്ഷെ അകത്തിരിക്കുന്ന മനുഷ്യനോ നിത്യതയോളം ജീവിക്കേണ്ടതാണ്. 3 നേരം കൃത്യമായി ഭക്ഷണം കൊടുക്കുന്ന ശരീരത്തിന് നിങ്ങൾക്ക് ഇത്ര അതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന മനുഷ്യൻ നിത്യതയോളം ജീവിക്കണമെങ്കിൽ എത്ര നേരം പോഷിപ്പിക്കണം?
അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിക്ക് എഴുന്നേൽക്കും. അകത്ത മനുഷ്യനെ ഹല്ലേലൂയ ശക്തിയോടെ ബലപ്പെടുത്തുവാൻ പോഷിപ്പിക്കുക സത്യവചനമാം ക്ഷീരത്താൽ എന്നെ നിർമ്മല ധോയം നിത്യം കുടിപ്പിച്ച് എന്നുള്ള ആത്മാവിൻ്റെ വചനത്തെ ഉൾക്കൊണ്ട് അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. അകത്ത മനുഷ്യന് വേണ്ടി കരുതണം. ശാശ്വത ഭവനത്തിലേക്ക് പോകും. നിങ്ങളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്ന് സമയം രേതത്തിൽ ഞാൻ എന്ത് രസമായി ആ പാട്ടൊക്കെ കേൾക്കാൻ. ആ പുള്ളി എന്തോ പാടുന്നറിയാമോ? നമ്മളാ പാടുന്നത്. ആ പുള്ളി വല്ലതും അറിയുന്നുണ്ടോ? ഈ കൊണ്ടുപോകുന്ന ആൾ അറിയുന്നുണ്ടോ? അപ്പോൾ ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് പാടുന്നത്? നമുക്ക് വേണ്ടിയാണ് പാടുന്നത്. കാരണം എൻ്റെ യാത്ര കഴിഞ്ഞു, നിങ്ങളുടെ യാത്രയായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റിക്കൊണ്ടിരിക്കും. വെള്ളിച്ചരട്, ദ ഡിവൈൻ കണക്ഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് യു. ദൈവവും നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അൺസീൻ കോഡുണ്ട്. അത് അറ്റുപോകും. അവിടെ കൊണ്ടാണ് ആത്മാവ് അതിനെ നൽകിയവനെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നത്. വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, തലച്ചോറൊക്കെ മന്ദീഭവിച്ചു പോകും. ഹാർട്ട് അറ്റാക്ക് എന്ന നിസ്സാര കാര്യമാണ്. ഇതങ്ങ് ഇനിയും പമ്പിങ് അങ്ങ് നിർത്തും. പൊടി പണ്ടായിരുന്ന പോലെ. ദിസ് ഈസ് ദ എൻഡ് ഓഫ് എവരി മാൻ. ഇതാ മരണമെന്ന് പറയുന്നത്. പൊടി പണ്ടായിരുന്നത് പോലെ ശരീരം മണ്ണിലേക്കും ആത്മാവ് അതിനെ നൽകിയ ഇതിൻ്റെ പേരാ മരണം. ശരീരം മണ്ണിലേക്കും. മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിക്കും നേരം തേജസ്സിൽ ഉയർക്കുമേ. കാഹളം ധ്വനിക്കും നേരം ഹായെന്താനന്ദം, ഹായെന്തു മോദമേ, ഹായെന്താനന്ദം, ഹായെന്തു മോദമേ. ശുദ്ധരോ ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോടും ഈ ലോക ജീവിത പുല്ലിനു തുല്യമേ. ഈ ലോക ജീവിത പുല്ലിനു വാടിപ്പോ പൂവെ പോലെ മാഞ്ഞു പോകുമേ. വാടിപ്പോകും പൂവെ പോലെ. ഹായെന്താനന്ദം, ഹായെന്തു മോദമേ. ഓ ഹായെന്താനന്ദം, ഹായെന്തു ശുദ്ധരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ. ഓ ശുദ്ധരോടു ചേർന്നു ഞാനും ഈ പാഴുലോകത്തിൽ എനിക്കാശയെന്തഹോ. ഈ പാഴുലോകത്തിൽ ഓ പഞ്ഞി പോൽ പറന്നു പോകും മായ ലോകമേ. പഞ്ഞി പോൽ പറന്നു പോകും. ചേർന്ന് പാടാമോ? ഹായെന്താനന്ദം, ഹായെന്തു ഓ ഹായെന്താ ഹല്ലേലൂയ. ഹായെന്തു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ഈ ലോകത്തിലെ യാത്ര തീർന്ന് ദേഹവും ദേഹിയും തമ്മിൽ വേർപെടുന്ന ദിവസത്തിൻ്റെ പേരാണ് മരണം. ഇത്രേ നേരം പറഞ്ഞത് ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് ദേഹിയും ദൈവത്തിൻ്റെ നിക്ഷേപമായ ആത്മാവും ഈ ശരീരം വിട്ട് പറന്നു പോകുന്ന ആ ദിവസത്തിൻ്റെ പേരാണ് മരണമെന്ന് പറയുന്നത്. അത് തിരിച്ചറിയണം. ഈ മൺകൂടാരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അതുകൊണ്ട് എടുത്തു പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും പ്രസാദവും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ശുദ്ധമായി നമ്മൾ ശരീരം സൂക്ഷിക്കണം. 2 വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. മക്കളെ, നമ്മൾ മരിച്ച ഒരു വിലയില്ല. നാട്ടുകാർക്ക് ചിലവല്ലാതെ ഇവിടുന്ന് കെട്ടിപ്പൊക്കി അങ്ങോട്ട് കൊണ്ടുപോകണം.
അതൊരു ചിലവ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടക്കണം, അതൊരു ചിലവ്. അമേരിക്കയിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലവ്. ശവം അടക്കുന്നവർ കല്യാണത്തിനെക്കാട്ടി ചിലവുള്ള ആഡംബര ശുശ്രൂഷ തന്നെയാണ്. പുള്ളിക്കിനെ കടന്നു കൊടുത്താൽ മതി. വരുന്നവരെല്ലാം കള്ളം പറയണം, പിന്നെ എന്തെല്ലാം ജോലികൾ, പാസ്റ്റർമാർ കള്ളം പറയണം, ഈ അച്ചായനെ പോലൊരു അച്ചായന് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കേണ്ട ജോലിയാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സമയം ഇത് എല്ലാവർക്കും കൊടുക്കും. അപ്പം മാക്സിമം ഒഴിവാകാമല്ലോ. അപ്പം ഭയങ്കര നഷ്ടമാണ്. നമ്മൾ ചത്ത ഒരു വല്ലല്ലോ. പശുവിന് ആടിനെയൊക്കെ കാറടിച്ച് ചത്താലേ തൊലി കൊണ്ട് വിറ്റാൽ ട്രമ്മിന് കാശ് കിട്ടും അല്ലേ? കള്ളി ഷാപ്പിൽ കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങുന്നവരുണ്ട് കോഴിയെ വണ്ടി ഇടിച്ചാൽ. കാരണം പെട്ടെന്ന് മരിച്ചാലല്ലേ. എന്തോ ഒരു ട്രമ്മിൻ്റെ തോലിനൊക്കെ 10,000, 1,500, 2,000 രൂപയാണ്. ഒരു ആടിൻ്റെ തോലൊക്കെ വിറ്റാൽ നമ്മുടെ തൊലി ആർക്ക് വേണം? ഉള്ളൊക്കെ ക്രീമെല്ലാം വലിച്ച് വാരി തേച്ച് കൂട്ടപ്പനാക്കി കൊണ്ട് നടന്നിട്ട് അല്ലേ നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന്, ഇവിടുത്തുകാരല്ല നാട്ടുകാരുടെ പറഞ്ഞ് ഇറങ്ങാതിരുന്നാലും ഈ തൊലിക്ക്. അതുകൊണ്ടാണ് നേരത്തെ പറയാം, പിന്നിക്കെട്ടിടുന്ന ഓമന മുടികൾ വെള്ളയാത്തിരി മുഖം കുഴിഞ്ഞ് അഴകെല്ലാം പോകും. സ്തോത്രം നോക്കണം. അപ്പം ഒരു വിലയില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 90 സങ്കീർത്തനം 1 തൊട്ട് 10 വരെ വായിച്ച് സമയമുണ്ടെങ്കിൽ 2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ബാക്കി നാളെ പറയാം. 90 സങ്കീർത്തനം, സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സങ്കീർത്തനം എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. മോശയുടെ മൂത്ത സഹോദരനായ അഹരോൻ തന്നേക്കാൾ 3 വയസ്സിന് മൂപ്പ് പ്രായമുണ്ട്. തന്നെ വിളിച്ചോണ്ട് പോവുക, അച്ഛാ വാ നമുക്ക് ചാവാൻ പോകുന്നു പറഞ്ഞു. ആലോചിച്ച് നോക്കി, അച്ഛാ എൻ്റെ കൂടെ വാ നമുക്ക് എന്താണ് പോവുക, നീ മരിക്കാൻ പോവുക, നിങ്ങൾ ആരെങ്കിലും പോവോ? ജീവിക്കാനാന്ന് പറഞ്ഞിട്ട് കൂടെ ജീവിക്കുന്നില്ല. മരണപര്യന്തമല്ല ഈ അസുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിന്നെ പോറ്റി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കൂടെ ജീവിക്കാൻ പേടിയാണ്. അന്നേരം ആ മോശ അഹരോനെ വിളിക്കുന്ന, അച്ഛാ ഹോർ പർവ്വതത്തിൻ്റെ മണ്ടയ്ക്ക് പോകാം, ചാവാൻ പോവാം, മോനെ കൂടെ എലയാസറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന് 20 തൊട്ട് തന്നെ പറയുന്നത്. അങ്ങനെ മലയുടെ മുകളിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ചാവാൻ പോകാമെന്ന്. അത് കേട്ടപ്പോഴേ പുള്ളിയുടെ ഹാർട്ടറ്റാക്ക് വന്നു, അവിടെ അങ്ങ് ചത്തു. പക്ഷേ ചാവുന്നതിന് മുമ്പ് ഉടുപ്പ് അങ്ങോട്ട് ഊരി ആരെ ഇടിപ്പിച്ചു? എലയാസറിനെ. ഞാൻ അവസാനിക്കും, പക്ഷേ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തീരത്തില്ല. നിങ്ങളത് മറന്നു പോകരുത്. നിങ്ങൾ പാടിയ പാട്ട് നിങ്ങൾ മരിച്ചാലും തീരത്തില്ല. നിങ്ങൾ പറഞ്ഞ സ്തോത്രം നിങ്ങൾ മരിച്ചാലും തീരത്തില്ല. നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം, നിങ്ങൾ ശുശ്രൂഷിച്ചത്, നിങ്ങൾ ജീവിച്ച ജീവിതം അടുത്ത എലയാസറിന്, അടുത്ത തലമുറയ്ക്ക് കൈമാറണം. We need to transfer our ministry to the next generation. That's the legacy we can leave on this face of the earth. അതാ നമ്മൾ വിട്ടിട്ട് പോകേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് മോശ പാടുന്നു, ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾ നശിച്ചു പോകുന്ന മനുഷ്യരാ, പക്ഷെ നിനക്ക് മാറ്റമില്ല. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഞങ്ങളുടെ പിതാവായ അമ്രാമിൻ്റെ ദൈവം, എൻ്റെ ജ്യേഷ്ഠനായ അഹരോൻ്റെ ദൈവം. അഹരോൻ മരിച്ചാലും ദൈവത്തിന് മാറ്റമില്ല. അതേ എലയാസറിൻ്റെ ദൈവം കൂടാ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം, 3-ാം വാക്യം പറയുന്നു, നേരത്തെ നമ്മൾ വായിച്ച, മനുഷ്യനെ നീ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. ഒരൊറ്റ വിളിയ, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ. അതാ മരണമെന്ന് പറയുന്നത്. വി ആർ ഗോയിങ് ടു ഹിയർ ദാറ്റ് ഓഡിബിൾ വോയിസ്. ഹല്ലേലൂയ. മനുഷ്യപുത്രന്മാരെ, റിട്ടേൺ ടു മൈ ഹോം. ഞാൻ നിങ്ങളെ 50 വർഷത്തേക്ക്, 60 വർഷത്തേക്ക്, 70 വർഷത്തേക്ക്, 80 വർഷത്തേക്ക് ഭൂമിയിൽ ഒരു നിയോഗത്തോടെ ആക്കി. ഇന്ന ദേശത്ത് ഇന്ന മാതാപിതാക്കളെ ജനിച്ചു, ഇത്ര നീളം, ഇത്ര വണ്ണം, ഇത്ര പൊക്കം, ഇന്ന നിറം, ഇന്ന ജോലി ഒക്കെ ഞാൻ നിനക്ക് തന്നു. സമയം കഴിഞ്ഞു, കുഞ്ഞെ തിരിച്ചു പോരൂ എന്ന് വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആത്മാവ വിളി കേൾക്കുമ്പോൾ നിങ്ങൾ പ്ലെയിനിലിരുന്നാലും കാറിലിരുന്നാലും കിടക്കെ കിടന്നുറങ്ങിയാലും ഏത് പ്രായമാണെങ്കിലും ആത്മാവ് അങ്ങ് പറന്നു പോകും. ആൾക്കാർ പറയും ആള് പോയെന്ന്. ആര് പോയെന്ന്? ആള് പോയെന്നേ. അകത്തിരിക്കുന്ന ആള് പോയതിനെ ഇയാള് പോയെന്ന് പറയുന്നു. നമ്മളിവിടെ തന്നെ കാണുമെന്ന്. സ്തോത്രം. അങ്ങനെ നമ്മുടെ മരണ ദിവസം അങ്ങനെ വരുന്നത്. ഇനി മുന്നോട്ട് വായിക്കുന്നു, അങ്ങനെ പറഞ്ഞ് ഹല്ലേലൂയ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് പറയുന്നു. ദൈവത്തിന് ഈ കണക്കൊന്നുമില്ല. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെ, ഒരു യാമം പോലെ ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. നമ്മൾ നേരത്തെ വായിച്ചതാ. അത് വേഗം, ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ആയുസ് 7, 10 ഏറെ ആയാൽ 80. ഹല്ലേലൂയ. അതിൻ്റെ നീളം, കഷ്ടം, പ്രയാസവും പ്രതാപവും അത്രേ. അത് വേഗം തീരും. എന്ത് ചെയ്യും? നമ്മൾ പറന്നു പോകും. ഇനി പുസ്തകം മടക്കി വെച്ചോ, ഇത് മറന്നു പോകല്ലേ. വേഗം തീരുന്ന ഒരു ആയുസ്സിന് മാത്രം ഉടമകളാണ് നമ്മൾ. നാളെ നമുക്ക് ദൈവകർത്താവിൻ്റെ വരവ് താമസിച്ചാൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരുന്നാൽ നാം ലോകത്തിലുള്ള സകലരെക്കാളും അരിഷ്ടന്മാർ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ച് ഒരു പ്രത്യാശ ഒന്ന് പുതുക്കാൻ പറ്റുമോ? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. കാഹളനാദം കേൾക്കുമ്പോൾ ഉയർക്കണമെങ്കിൽ ഈ ശരീരം മണ്ണിൽ വെക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. നാളെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമുക്ക് പ്രാർത്ഥിക്കാം.